الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവേ, നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തോട് ഞങ്ങൾക്ക് നീ പുറത്തു താ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്നലെ പറഞ്ഞു വെച്ച വിഷയം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ഉമ്മ മടിയിൽ വെച്ച് ആ കത്തയുടെ മേലെ ഇരുന്നപ്പോൾ ആ കത്ത കഅബ ശരീഫിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്തു, അള്ളാഹുവിലേക്ക്, ആകാശത്തിലേക്ക് അതിൻ്റെ തല ഉയർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധമായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടു ഹലീമ ഉമ്മ നാട്ടിലേക്ക് എത്തി. അന്നത്തെ കാലം ചെല്ലെങ്കിൽ ജൂതന്മാർ, യഹൂദികളുള്ള കാലമാണ്. പലരും തൗറാത്ത് പഠിച്ചവർ, ഇഞ്ചീൽ പഠിച്ചവർ, അതുമായിട്ടുള്ള വിവരമുള്ള ആ കാലം. അങ്ങനെ ഒരു ദിവസം ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന ആ വീട്ടിലെ പൊരൻ്റെ ആ വഴിയിൽ ഒരു കൂട്ടം ജൂതന്മാർ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ അവർ യാത്ര പോകുന്നു. അപ്പോൾ ജൂതന്മാർ നല്ല ആളുമാരുണ്ട്, തൗറാത്ത് പഠിച്ചവർ, ഇഞ്ചീൽ പഠിച്ചവർ, നല്ല ആളുമാരുമുണ്ട്, ചതിയന്മാരുമുണ്ട്. അങ്ങനെ ഹലീമ ഉമ്മ റളിയല്ലാഹു തആല അൻഹ കിടാവിന് സ്വീകരിക്കുമ്പോൾ ആമിന ഉമ്മ വസിയത്താക്കി, എൻ്റെ കിടാനെ ജാഗ്രതാക്കണം, സൂക്ഷിക്കണം. ഇഹ്ഫദ് ഇബ്നി, എൻ്റെ കിടാവിനെ സൂക്ഷിക്കണം. സാധാരണ മക്കളെ പോലെയുള്ള മക്കളല്ല. എന്തേ? അലാ തുഹദ്ദിസൂനി അൻ ഇബ്നി ഹാദാ ഫഇന്നി ഹമൽതുഹു കദാ വളഅതുഹു കദാ വറഅയ്തു കദാ. സാധാരണ ഉമ്മമാർ പ്രസവിക്കുമ്പോഴല്ല, ഞാൻ പ്രസവിക്കുമ്പോൾ എനിക്ക് നമ്പരമാ, ഒരു പ്രയാസമാ, എന്തും അനുഭവിച്ചിട്ടില്ല. അങ്ങനത്തെ അനുഭവമേ ഉണ്ടായിട്ടില്ല. അതേപോലെ ഞാൻ ഈ കിടാവിനെ ഗർഭം ചുമന്ന ആ ദിവസം തന്നെ, മക്കയിലുള്ള മൃഗങ്ങളും പക്ഷികളും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹുമില ബി റസൂലില്ലാഹി, നിങ്ങൾ ഗർഭം ചുമന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. റബ്ബിൽ കഅബ, കഅബന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. വഹുവ ഇമാമു ദുനിയ വസിറാജു അഹ്ലിഹാ, നിങ്ങളെ വയറ്റിലുള്ള, നിങ്ങളെ ഗർഭാശയത്തിലുള്ള കിടാവു ഈ ദുനിയാവിൻ്റെ ഇമാമാണ്, ഈ ലോകത്തിൻ്റെ ഇമാമാണ്. വസിറാജു അഹ്ലിഹാ, ഈ ദുനിയാവിൻ്റെ ആൾമാരുടെ പ്രകാശമാണ്, സിറാജാണ്, ലൈറ്റാണ് എന്ന് മൃഗങ്ങളും പക്ഷികളും ഹലീമ ഉമ്മയുടെ ചുറ്റുഭാഗത്ത് വന്നിട്ട് പറഞ്ഞിരുന്നു. അത് ആ സംഭവം എല്ലാം എന്താക്കുന്നത്, ഹലീമ ഉമ്മക്ക് ആമിന ബീവി പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ കിടാവിനെ ജാഗ്രതാക്കണു, ഹോസ്പിറ്റലാക്കേണ്ട, സാധാരണ കിടാവ് പോലത്തെ കിടാവല്ല. ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് ഒന്ന് അറിയണം, പണ്ഡിതന്മാരൊന്ന് ചോദിക്കണം. അങ്ങനെ തൗറാത്തിലും ഇഞ്ചീലും ഇതിനെക്കുറിച്ച് ഉണ്ടായെന്ന് അറിയണമെന്ന് ഹലീമ ഉമ്മക്ക് ഇങ്ങനെ മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം യഹൂദികൾ, അല്ലെങ്കിൽ ജൂതന്മാർ, അല്ലെങ്കിൽ യഹൂദികൾ ആ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ, പരിചയമുള്ള ആളായിരിക്കും ഹലീമ ഉമ്മക്ക്. ഹലീമ ഉമ്മ ചോദിച്ചു, അല്ല, എൻ്റെ ഒരു കിടാവുണ്ട്, ആ കിടാവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല വിവരവും വല്ല ഇൽമും ആ കിടാവിനെ കുറിച്ചുണ്ടാ? ആ കിടാവിനെ പ്രസവിച്ചത് ഞാൻ ഇങ്ങനെയാണ് പറയും. അങ്ങനെ പറഞ്ഞു, സ്വന്തം മോനെ പോലെ തന്നെ പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ആ കിടാവിനെ പ്രസവിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇത് സാധാരണ പ്രസവിക്കുമ്പോൾ ഇല്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ. ആ കണ്ട വിവരങ്ങളെല്ലാം ആ യഹൂദികളെ മുന്നിൽ, അല്ലെങ്കിൽ ആ ജൂതന്മാരെ മുന്നിൽ ഹലീമ ഉമ്മ പറഞ്ഞപ്പോൾ യഹൂദികൾ തന്നെ പരസ്പരം പറയാൻ തുടങ്ങി, ഒക്കുത്തുലൂഹു, ഈ കിടാവിനെ കൊല്ലുനിങ്ങ. ചെറിയന്മാരല്ല, ഒക്കുത്തുലൂഹു, ഈ കിടാവിനെ കൊല്ലുണ്ട്. ആറ് അങ്ങ് പരസ്പരം അങ്ങനെ പടക്ക പറയാൻ തുടങ്ങിയാറ്. അപ്പം അങ്ങൊരു മറു ചോദ്യം കേട്ടാറ്, ആ യത്തീമുൻ ഹുവ, ഈ കിടാവ് യത്തീമാൻ കേട്ടാറ്. കാരണം അങ്ങൊരു വിവരമുണ്ടോ, അവസാനത്തെ നബി ഉണ്ടെങ്കിൽ അത് യത്തീമായിരിക്കും, ബാപ്പയില്ലാത്ത കിടാവായിരിക്കും, മരിച്ചു പോയ കിടാവായി. ബാപ്പനാണ് ബാപ്പ ഇത് മരിച്ചു മരണപ്പെട്ട യത്തീമായിരിക്കും. അപ്പോൾ ഹലീമ ഉമ്മ പറഞ്ഞു, ലാ, യത്തീമല്ല. പിന്നെ ഹദാ അബൂഹു,
ഹലീമ ഉമ്മൻ്റെ ഭർത്താവിനെ കാണിച്ച് പറഞ്ഞു, ഇതാണ് കിടാവിൻ്റെ ബാപ്പ. വ അന ഉമ്മുഹു, ഞാനാരാണ്? ആ കിടാവിൻ്റെ ഉമ്മയാണ്, യത്തീമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ലൗകാന യത്തീമൻ ലഖതൽനാഹു, ഏതെങ്കിലും ഈ കിടാവ് യത്തീമായിരുന്നെങ്കിൽ ഞങ്ങൾ കൊല്ലുമായിരുന്നു. കാരണം അവസാനത്തെ നബി ആ പറഞ്ഞ ആ നബിൻ്റെ ഇതാണ് കാണുന്നത്. ആ നബി വരാൻ പാടില്ല, അത് മക്കത്താളല്ല, അറബിയല്ല, ഞങ്ങൾ അറബിയൊന്നല്ലല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു കിടാവ് വരാൻ പാടില്ല. അങ്ങനെ യത്തീമായിരുന്നുവെങ്കിൽ ആ കിടാവ് ഞങ്ങൾ കൊല്ലുമായിരുന്നു. യഹൂദികൾക്കുള്ള ജൂതന്മാരെ ആ മനസ്സിലുള്ളത്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ യത്തീമനു, ഈ കിടാവ് യത്തീമാണോ? അപ്പൊ ഹലീമ ഉമ്മ പറഞ്ഞു, ഹലീമാവ് ഡൗട്ടുണ്ടല്ലേ, അപ്പൊ പറഞ്ഞു, ഇല്ല അല്ല, ബാപ്പ ഇതാണ്, ഉമ്മ ഞാനാണ്. അപ്പൊ യത്തീമല്ല എന്ന് അറിഞ്ഞപ്പോൾ അവർ കൊല്ലുന്നുണ്ടെന്ന് ഒഴിവായി. അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിനെ കുറിച്ച് ഹലീമ ഉമ്മ പറയുന്നു, ഞങ്ങൾ ബനൂ സഅദ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ കിടാവ് ഞങ്ങൾ ഔത്തിനുള്ളിൽ കടന്നപ്പോൾ തന്നെ ആ നാട്ടുകാരെ മുഴുവൻ ഔത്തിലും കസ്തൂരിയുടെ മണങ്ങളാണ് വരുന്നത്. ഹബീബായ മുത്തുനബി ഞങ്ങൾ ഔത്തിലേക്ക് പ്രവേശിച്ച അന്ന് മുതൽ എൻ്റെ ചുറ്റുഭാഗത്തുള്ള ബനൂ സഅദ് ഗോത്രക്കാരെ ഓരോ ഔത്തിലും കസ്തൂരിയുടെ സുഗന്ധം പരന്നു. ജനങ്ങൾക്ക് എന്തെന്നില്ലാത്ത കസ്തൂരിൻ്റെ മണം ആ നാട്ടിൽ മുഴുവൻ ആസ്വദിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ നാട്ടിലുള്ള എല്ലാവർക്കും വല്ലാത്ത സ്നേഹമായി. ചെറിയ കിടാവാണെങ്കിലും ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൂട്ടത്തിൽ ആ നാട്ടുകാർക്ക് മുഴുവനും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിയായി മാറി സയ്യിദുനാ റസൂലുള്ളാഹി. എവിടത്തോളം എത്തി, അവർക്ക് എന്തെങ്കിലും രോഗം വന്നെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഹബീബായ മുത്തുനബിൻ്റെ കൈ എന്താക്കും, ഒരു ശരീരത്തിലേക്ക് തടകുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ തടകിയാൽ രോഗം ശിഫയാകും. അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നിട്ട് ബുദ്ധിമുട്ടുമ്പോൾ മുത്തുനബിനെ കൊണ്ടുപോയിട്ട് അവർ എന്താക്കും, അവർ ദ്വാരക്കും. ആ ദ്വാരെന്നാൽ അവർ ആ പ്രയാസങ്ങൾ തീരും. അതേപോലെ ആടുകൾക്കും അവരുടെ ഒട്ടകങ്ങൾക്കും എന്തെങ്കിലും രോഗങ്ങൾ വന്നെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ആടുകൾ ഒട്ടകങ്ങൾ വല്ല പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഹബീബായ മുത്തുനബിനെ കൊണ്ടുണ്ടാക്കും, അവിടേക്ക് തടകിപ്പിക്കും. അപ്പോൾ അതിൻ്റെ രോഗങ്ങൾ ശിഫയാകും. മനുഷ്യരുടെ രോഗം ശിഫയാകും, മൃഗങ്ങളുടെയും പക്ഷിയുടെ രോഗം ശിഫയാകും. ബറക്കത്ത് മുഴുവനും ആ നാട്ടിൽ പരന്നുപോയി. കസ്തൂരിയുടെ മണങ്ങൾ മുഴുവനും ആ നാട്ടുകാർ മണക്കാൻ ആസ്വദിക്കാൻ തുടങ്ങി. എപ്പോ ചെറിയ കിടാവിരിക്കുന്ന സമയത്ത് പറയുന്നത്, പിന്നെ വരാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. അങ്ങനെ ഹലീമ ഉമർ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കുട്ടി വലുതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കുടിക്കുന്നത് അവസാനിക്കാൻ പോകുന്നു. റസൂലുള്ളാഹി മുല കുടിക്കുന്ന ആ പ്രായം തീരാൻ പോകുന്നു. അങ്ങനെ മുലക്കുടി അവസാനിച്ചപ്പോൾ അവിടുത്തെ ചെറിയ കിടാവ് നാവ് കൊണ്ട് സംസാരിക്കുകയാണ്. എന്തെന്ന്? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസ്വീല എന്ന് ഹബീബത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ആ ചെറിയ കിടാവ് പറഞ്ഞു പോയി. അതോടുകൂടി മുലക്കുടി അവസാനിച്ചു. മുലക്കുടി അവസാന സമയത്ത് അവിടുന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. എനിക്ക് ഈ നിലക്ക് മുലപ്പാട് തന്ന് എന്നെ പോറ്റി വളർത്തിയ അല്ലാഹുവാണ് വലിയവൻ. വൽഹംദുലില്ലാഹി കസീറ, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് നമുക്ക് ഭക്ഷണം കഴിച്ച് പറയുന്നില്ലേ, വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസ്വീല. ആ ദിക്ർ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കുടിച്ച അവസാന സമയത്ത് പറഞ്ഞു പോയി. ഇത് ഞാനും അറിയുന്ന ഇപ്പം തന്നെ കിതാബ് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്. മുലക്കുടി അവസാനിച്ചപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിക്ർ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുണ്ട്. ഇനി മുലക്കുടി ബന്ധത്തിലുള്ള ആ കുട്ടികളുമായിട്ടുള്ള ആ ഒരു റസൂലുള്ളാഹിന്റെ ഇടപെടൽ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
മഹബത്തിൻ്റെ ഒരു ഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും കഷ്ടങ്ങളും ബേജാറുകളും അള്ളാഹുവേ നീ തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് തന്നതിലും തരാനുള്ളതിലും ധാരാളം ബറക്കത്ത് അള്ളാഹുവേ ചൊരിച്ചു തരണേ റഹ്മാനെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തുകൊണ്ട് ഒരാളെ മുമ്പിലും അള്ളാഹുവെ യാചിക്കാത്ത ജീവിതം ഞങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ ഒരു സന്താന പാരമ്പര്യത്തിന് തരണേ റഹ്മാനെ. ഞങ്ങൾ എല്ലാവരെയും ദീനിൻ്റെ നിൻ്റെ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. മരിക്കുന്ന കാലം വരെ 5 വക്ത് നിസ്കാരം അള്ളാഹുവെ ഖളാ ആക്കാതെ അദാ ആയി നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ താ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നിട്ട്, വാഹന അപകടത്തിൽ നിന്ന്, വെള്ളപ്പാട് രോഗം, കുഷ്ഠരോഗം, ക്യാൻസർ രോഗം, എയ്ഡ്സ് രോഗം, കിഡ്നി ഫെയിൽ, ഹാർട്ട് ഫെയിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെ കുടുംബങ്ങളെ നാമുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങളെ പിരിസംവെക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളുടെ പാനീയത്തിൽ വലിയ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ തീർക്കണേ അല്ലാ. ഒരു പൈസ പോലും ബാക്കി വെച്ച് ഞങ്ങളെ ആരുടെയും റൂഹിനെ നീ പിടിക്കരുത് റഹ്മാനെ. അതിന് മുമ്പ് കൊടുക്കേണ്ട ഹക്കടപാടുകൾ മുഴുവനും കൊടുത്തു വിടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ താ റഹ്മാനെ. അവസാനം മരിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് ജുമഅ രാത്രിയോ പകലോ റമളാനിലായ റൂഹിനെ നീ പിടിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല